ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടില്ലേ, ഇത് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ചാനലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുറേ എക്സാംസ് വരുന്നുണ്ടല്ലേ നമ്മുടെ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ. സോ ഇനി മടിഞ്ഞിരുന്നിട്ട് കാര്യമില്ല, പഠിച്ചേ പറ്റൂ. പഠിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു നല്ല ഗവൺമെൻറ് ജോലി നമുക്ക് കിട്ടുള്ളൂ അല്ലേ? നമ്മുടെ PSC എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? വേണ്ടല്ലോ. അപ്പോൾ ഇനി വരുന്ന എക്സാംസിന് ആദ്യമായിട്ട് ആരെങ്കിലും എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏത് എക്സാമാണ് എഴുതാൻ പോകുന്നത് ആ എക്സാമിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്തൊക്കെ സബ്ജക്ട്സ് ആണുള്ളതെന്ന് നോക്കുക. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, PSCയുടെ സൈറ്റിൽ കയറിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊന്ന് അനലൈസ് ചെയ്യുക. ഏതൊക്കെ ടോപ്പിക്സ് ആണുള്ളത്, ഏതൊക്കെ സബ്ജക്ട്സിൽ നിന്നാണ് കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കുറേ സബ്ജക്ട്സ്, അതായത് ഇപ്പോൾ സർവേ എടുക്കുക, സർവേ അതുപോലെ എന്താ പറയുക ബിൽഡിംഗ് മെറ്റീരിയൽസ്, അങ്ങനെയുള്ള സബ്ജക്ട്സിൽ നിന്ന് എന്താണ് കുറേ ചോദ്യങ്ങളുണ്ടാവും അല്ലേ? സോ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, ഓട്ടോകാഡ് എന്ന് പറയുന്നത് ഓവർസിയർ ലെവൽ എക്സാംസിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോകാഡിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫയൽ, എഡിറ്റ്, വ്യൂ എക്സെട്ര ആർ ഈസിലി അവൈലബിൾ ഇൻ ഓട്ടോകാഡ് ഫ്രം ഓപ്ഷൻ എ ടൈറ്റിൽ ബാർ, ബി സ്റ്റാറ്റസ് ബാർ, സി സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, ഡി മെനു ബാർ. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഓട്ടോകാഡിൻ്റെ ബേസിക്സ് ഒക്കെ നോക്കിയിട്ട് വരാം അല്ലേ? നമ്മൾ ഈ എൻജിനീയറിംഗ് ഡ്രോയിങ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്, CAD എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈ ക്വാളിറ്റി ഹൈ അക്യുറസി ഉള്ള ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഉപകാരമുണ്ട് ഈ CAD എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും ഉണ്ട്. ഈ CADൻ്റെ തന്നെ പല പാക്കേജസും അവൈലബിൾ ആണ്. അതിൽ നമ്മൾ സിവിലുകാർ യൂസ് ചെയ്യുന്നതാണ് ഓട്ടോകാഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രിക്കൽ CAD ഉണ്ട്, മെക്കാനിക്കൽ CAD ഉണ്ട്, അങ്ങനെ പല CADും അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഓട്ടോകാഡിൻ്റെ ഡ്രോയിങ് എഡിറ്റർ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണുന്ന വിൻഡോ സ്ക്രീനാണ് ഈ ഫിഗറിലുള്ളത്. ഓട്ടോകാഡ് ഡ്രോയിങ് എഡിറ്ററിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡ്രോയിങ് നെയിം, മെനു ബാർ, ടൂൾ ബാർ, ഗ്രാഫിക്സ് ഏരിയ, യൂസേഴ്സ് ഐക്കൺ, കഴ്സർ, സ്ക്രീൻ മെനു, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ, കമാൻഡ് ഏരിയ, സ്റ്റാറ്റസ് ബാർ എന്നിവയാണ്. ഏറ്റവും ടോപ്പിൽ നമുക്ക് നമ്മൾ ഏത് ഓട്ടോകാഡാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ വേർഷൻ എഴുതിയിട്ടുണ്ടാവും. ഞാൻ യൂസ് ചെയ്യുന്ന ഓട്ടോകാഡ് എന്ന് പറയുന്നത് 2015 വേർഷനാണ്. അതിന് തൊട്ടടുത്ത് കാണുന്നതാണ് ഡ്രോയിങ് നെയിം. ഡ്രോയിങ് നെയിമിൻ്റെ തൊട്ട് താഴെ കാണുന്ന ബാറാണ് മെനു ബാർ. അതിൻ്റെ താഴെയുള്ളതാണ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഈ ടൂൾ ബാർ തന്നെ നമ്മളുടെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ക്രീനിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫ്ലോട്ടിംഗ് ടൂൾ ബാർ. ഇനി ആ കാണുന്ന ബ്ലാക്ക് ഏരിയ എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ഏരിയ ആണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഇമേജസ് ഒക്കെ പ്ലോട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കൊരു കേഴ്സർ കാണാൻ പറ്റുന്നുണ്ടോ? അതായത് പ്ലസ് സൈനുള്ളൊരു സിമ്പിൾ കാണുന്നില്ലേ, അതാണ് നമ്മുടെ ഓട്ടോകാഡിനെ യൂസ് ചെയ്യുന്ന കേഴ്സർ എന്ന് പറയുന്നത്. നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഒറിജിൻ പോയിൻ്റാണ് യൂസേഴ്സ് ഐക്കൺ, ആ മീറ്റ് ചെയ്യുന്ന ആ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി യൂസേഴ്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. പിന്നെ നമ്മുടെ ഈ ഡ്രോയിങ് എഡിറ്ററിൽ കമാൻഡ് ഏരിയ ഉണ്ടാവും. ആ കമാൻഡ് ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് എന്ത് കമാൻഡാണ് വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അത് ചെയ്യുന്നത്. കമ്മിങ് ബാക്ക് ടു ക്വസ്റ്റ്യൻ, ആൻസർ ഇസ് മെനു ബാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഫോർ ക്രിയേറ്റിംഗ് ആൻ ആർക്ക് ഇൻ ഓട്ടോകാഡ് ഡാഷ് ഷോർട്ട്കട്ട് ഈസ് യൂസ്ഡ്. ഓപ്ഷൻ എ AR, ഓപ്ഷൻ ബി A, ഓപ്ഷൻ സി AC, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ഈ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഓട്ടോകാഡിൻ്റെ കമാൻഡ്സും അതിൻ്റെ ഷോർട്ട് കട്ട്സൊക്കെ നോക്കിയിട്ട് വരാം. ഈ സ്ക്രീനിൽ കാണുന്ന കമാൻഡ്സാണ് ഓട്ടോകാഡിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ചോദിച്ചൊക്കെ കണ്ടിട്ടുള്ളത് വരെ.
ഓട്ടോകാഡിൽ നമുക്ക് കമാൻഡ്സ് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കമാൻഡ് ഏരിയയിൽ പോയിട്ട് സി എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് വരും, സർക്കിൾ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മളോട് ചോദിക്കും എന്താണ് അതിൻ്റെ സെൻറ്റർ, എത്രയാണ് അതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഡാറ്റ ഇൻപുട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സർക്കിളോടെ വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും കുറേ കമാൻഡ്സ് ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ ഞാനിതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ബൈ ഹാർട്ട് ചെയ്യുക. അതിനെക്കാട്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സൊക്കെ എഴുതുന്ന ബുക്കിൽ എന്ത് ചെയ്യുക, ഇതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറി മറന്നൊക്കെ പോകുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം പഠിച്ചത് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് എന്ത് ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. സോ നമുക്കിതൊക്കെ മറക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, abbreviated character or shortcut key C is used as a command for dash in AutoCAD. Option A, drawing circle. Option B, copying selected object. Option C, chamfering. Option D, none of the above. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സി എന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സർക്കിൾ വരക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, dash commands creates parallel lines, parallel curves, concentric circles, etc. in a specified distance at the time of AutoCAD drawing. Option A, copy. Option B, array. Option C, mirror. Option D, offset. ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓരോ കമാൻഡ്സും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോപ്പിയാണ്. കോപ്പി എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഒബ്ജക്റ്റ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അറേ ആണ്. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ഈ അറേ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് കിട്ടും. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ മെട്രിക്സ് ആയിട്ടാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പോളാർ പാറ്റേണിലാണ്. അതായത് റെക്റ്റാങ്കിൾ മെട്രിക്സ് എന്ന് പറയുമ്പോൾ കോളംസ് ആൻഡ് റോസ് ആയിട്ടായിരിക്കും നമുക്ക് ആ മൾട്ടിപ്പിൾ കോപ്പീസ് ക്രിയേറ്റഡ് ആവുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്താണ്, ഒരു കോളം ഒരു റോ ഉണ്ടാവും, അതിൽ എത്ര നമ്പേഴ്സ് വേണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം പോളാർ പാറ്റേൺ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്ററിന് ചുറ്റുമായിട്ടായിരിക്കും ഈ പറയുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കോപ്പീസ് ക്രിയേറ്റഡ് ആയിട്ട് കിട്ടുക. നെക്സ്റ്റ് മിറർ കമാൻഡാണ്. പേര് കേൾക്കുന്ന പോലെ തന്നെ മിറർ ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിറർ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഓഫ്സെറ്റ് ആണ്. ഓഫ്സെറ്റ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പാരലൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഈക്വൽ ഡിസ്റ്റൻസിൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കർവ്സോ സർക്കിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈക്വൽ ഡിസ്റ്റൻസിൽ ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഫ്സെറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓഫ്സെറ്റ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ടു മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് in a regular interval in terms of rows or column or at a uniform angular distance around a center point, dash command is used in AutoCAD. Option A, mirror. Option B, copy. Option C, array. Option D, offset. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ്, ഒരു പോയിൻറ്റിന് ചുറ്റും ഈക്വൽ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ എന്താ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റിൽ മൾട്ടിപ്പിൾ കോപ്പീസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് അറേ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദി കീബോർഡ് ഫങ്ഷൻ കീ ഫോർ ഓൺലൈൻ ഹെൽപ്പ് ഇൻ AutoCAD. ഓപ്ഷൻ എ F1, ഓപ്ഷൻ ബി F6, ഓപ്ഷൻ സി F8, ഓപ്ഷൻ ഡി F1. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അറിയണമെങ്കിൽ നമുക്ക് ഫങ്ഷൻ കീസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് അറിയണം. സോ നമുക്ക് അത് നോക്കിയിട്ട് വരാം.
F1 കീ എന്ന് പറയുന്നത് ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള കീ ആണ്. F2 എന്ന് പറയുന്നത് നമുക്ക് താഴെ ഒരു കമാൻഡ് ബാർ ഉണ്ടല്ലോ, ആ കമാൻഡ് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് F2 ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കമാൻഡ് വിൻഡോ വലിയൊരു ബോക്സ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇനി F3 എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പാണ്. ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന് എന്തുണ്ടാവും, കോർണർ പോയിൻറ്റും സെൻറ്റർ പോയിൻറ്റും അങ്ങനെ പല പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ. ആ പോയിൻ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് സ്നാപ്പ് ഓൺ ഓർ ഓഫ് ചെയ്യുന്നത്. ഓൺ ഓർ ഓഫ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, F3 ഞെക്കിയാൽ മതി. F4 എന്ന് പറയുന്നത് 3D ഒബ്ജക്റ്റിൻ്റെ സ്നാപ്പ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുമാണ്. F5 എന്ന് പറയുന്നത് ഐസോപ്ലെയിൻ. F6 എന്ന് പറയുന്നത് യൂസേഴ്സ് ഐക്കൺ ഓൺ ആക്കാനും ഓഫ് ആക്കാനും. F7 എന്ന് പറയുന്നത് ഗ്രിഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും. ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്രാഫിക്സ് ഏരിയയിൽ എന്തുണ്ടാവും, കുറേ വരകളുണ്ടാവില്ലേ, കോളംസ് ആയിട്ട് ഗ്രിഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഗ്രിഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ളതാണ് F7 എന്ന് പറയുന്നത്. F8 എന്ന് പറയുന്നത് ഓർത്തോ ഓൺ ഓർ ഓഫ് ആക്കാൻ. ഓർത്തോ ഓൺ ആക്കി കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ ഹൊറിസോണ്ടലി ഓർ വെർട്ടിക്കലി, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലൈനിനെ നമുക്ക് ഓറിയൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, F8 എന്ന് പറഞ്ഞ ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. F9 സ്നാപ്പ് ഓൺ ഓർ ഓഫ് ആണ്. F10 എന്ന് പറയുന്നത് പോളാർ ട്രാക്കിംഗ് ഓൺ ഓർ ഓഫ്. F11 ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ഓൺ ഓർ ഓഫ്. F12 എന്ന് പറയുന്നത് ഡൈനാമിക് ഇൻപുട്ട്. സോ നമ്മുടെ ഓൺലൈൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ കീ എന്ന് പറയുന്നത് F1 ആണ്. സോ അത് ആൻസർ ഇസ് ഓപ്ഷൻ D. 7th question. In AutoCAD, key strokes Ctrl plus Y function defined as option A undo, option B redo, option C polar tracking on or off, option D none of the above. So നമ്മൾ കൺട്രോൾ പ്ലസ് വൈ യൂസ് ചെയ്യുന്നത് റീഡു ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ആൻസർ ഇസ് ഓപ്ഷൻ ബി. 8th question. The drafting setting used to constrain the movement of the cursor either horizontal or vertical direction is option A snap command, option B osnap command, option C ortho command, option D grid command. നമ്മൾ കുറച്ച് നേരത്തെ ഫങ്ഷൻ കീസ് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർത്തോ എന്ന് പറഞ്ഞൊരു കമാൻഡ്. അതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓർത്തോ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, കേഴ്സർ ഒന്നെങ്കിൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 9th question. The command used to set drawing boundaries in AutoCAD is A areas, B boundaries, C drafting, D limits. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ലിമിറ്റ്സ് ആണ്. ലിമിറ്റ്സ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രോയിങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The command used to join two non-parallel lines by drawing a beveled line. Option A extend, option B trim, option C chamfer, option D rotate. ഇതിൻ്റെ ഓപ്ഷൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എക്സ്റ്റെൻഡ് അല്ല. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈനൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിം യൂസ് ചെയ്യുന്നത്. റൊട്ടേറ്റ് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് വെച്ച് തന്നെ നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ചാംഫർ ആണ് ആൻസർ. ചാംഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നോൺ പാരലൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ചാംഫർ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി ചാംഫർ. അപ്പോൾ നിങ്ങൾക്ക് ഈ 10 ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ. ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കൊന്ന് അത് തിരുത്താൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ വൺസ് അഗെയിൻ താങ്ക് യു ഫ്രണ്ട്സ്.
അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.